ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇമ്മ്യൂണോളജി എന്ന ടോപ്പിക്കാണ്. ഇതിനകത്ത് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ഇനേറ്റ് ഇമ്മ്യൂണിറ്റിയാണ്. ഇനേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ജന്മസിദ്ധമായിട്ട് കിട്ടുന്ന ഒരു ഇമ്മ്യൂണിറ്റി പവറാണ്. അപ്പോൾ അതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള സെല്ലുകളും അല്ലെങ്കിൽ അതിനെ സഹായിക്കുന്ന ഓരോരോ ഫിസിയോളജിക്കൽ അനാട്ടമിക്കലൊക്കെ ആയിട്ടുള്ള ബാരിയേഴ്സും അതെവിടെയാണ് ആക്ട് ചെയ്യുന്നത്, അതിൻ്റെ മെക്കാനിസം എന്താണെന്നൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇമ്മ്യൂൺ സിസ്റ്റം. ഇമ്മ്യൂൺ സിസ്റ്റത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് എന്താണ് ഇമ്മ്യൂണിറ്റി അഥവാ രോഗപ്രതിരോധ ശേഷി? സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് ദ ബോഡി ടു ഡിഫെൻഡ് ഇറ്റ് സെൽഫ് ഫ്രം ഫോറിൻ ബോഡീസ്. ഫോറിൻ ബോഡീസ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ടോക്സിൻസ് ആവാം, അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസംസ് ആകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഫോറിൻ ബോഡി ആകാം. അപ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള നമ്മുടെ ബോഡിയുടെ കഴിവിനെയാണ് നമ്മൾ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുമ്പോൾ അതൊരു കോംപ്ലെക്സ് മൾട്ടി ലെയേർഡ് സിസ്റ്റമാണ്. ഒരുപാട് വാരിയേഴ്സ് ഉണ്ട് നമ്മുടെ ബോഡിയിൽ. ഇപ്പോൾ സെല്ലുകളാകാം, ആൻറ്റിബോഡീസ്, അങ്ങനെ ആ ഒരു രോഗപ്രതിരോധ ശേഷി നമുക്ക് തരാൻ സഹായിക്കുന്ന ഒരുപാട് ലെയേഴ്സ് ഓഫ് പ്രൊട്ടക്ഷൻ ഉണ്ട് നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ. അപ്പോൾ അതെല്ലാം ചേർന്നതാണ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം. ഇതെന്ത് ചെയ്യും? ഡിഫെൻഡ് എഗെയിൻസ്റ്റ് എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ ത്രെഡ്സ് ടു ദ ഇൻറ്റഗ്രിറ്റി ഓഫ് ദ ബോഡി. അപ്പം നമ്മുടെ ബോഡിയുടെ വെൽബീയിങ്ങിനെ അല്ലെങ്കിൽ നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുന്ന ഒരു കണ്ടീഷനെ നശിപ്പിക്കുന്ന ഇൻറ്റേർണലും എക്സ്റ്റേണലുമായിട്ടുള്ള എല്ലാ വിധത്തിലുള്ള ത്രെഡ്സും അതിനെയൊക്കെ പ്രതിരോധിക്കാനായിട്ട് നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു ഇമ്മ്യൂൺ സിസ്റ്റമുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ കോംപ്ലെക്സ് ആയിട്ടുള്ള മൾട്ടി ലെയർഡ് സിസ്റ്റം, അതായത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം, രണ്ട് രീതിയിൽ ഇതിനെ ഡിവൈഡ് ചെയ്യാം. എന്താണ്? രണ്ട് ടൈപ്പ് ഓഫ് ഡിഫെൻസ് സിസ്റ്റംസ് ആയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാം. ഒന്ന് നമ്മുടെ ഇനേറ്റ് ഇമ്മ്യൂൺ സിസ്റ്റം. ഇനേറ്റ് ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുമ്പോൾ നോൺ സ്പെസിഫിക് ആയിരിക്കും. അത് ഓർക്കണം. ഇനേറ്റ് ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുമ്പോൾ നോൺ സ്പെസിഫിക് ആയിരിക്കും. അതുപോലെ അഡാപ്റ്റീവ് ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുന്നത് സ്പെസിഫിക് ആയിരിക്കും. ഒരു പാത്തജനെതിരായിട്ട് അവനെതിരായിട്ട് തന്നെ സ്പെസിഫിക് ആയിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് നമ്മുടെ അഡാപ്റ്റീവ് ഇമ്മ്യൂൺ സിസ്റ്റം. അപ്പോൾ ഓർക്കുക, ഇനേറ്റ് ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുമ്പോൾ നോൺ സ്പെസിഫിക്കും, അതുപോലെ അഡാപ്റ്റീവ് ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുമ്പോൾ സ്പെസിഫിക്കുമാണ്. ഇത് രണ്ട് രീതിയിലാണ് നമ്മുടെ പ്രൊട്ടക്ഷൻ നമ്മുടെ ബോഡി നമുക്ക് തരുന്നത്. അപ്പോൾ ഈ ഒരു ഇനേറ്റ് അഡാപ്റ്റീവ് ഇമ്മ്യൂൺ സിസ്റ്റത്തിലും പല പ്രൊട്ടക്ഷൻ തരുന്ന ആൾക്കാരുണ്ട്. അവരെക്കുറിച്ച് നമുക്ക് പഠിക്കാം. ആദ്യം നമുക്ക് ഇനേറ്റ് ഇമ്മ്യൂണിറ്റി എന്താണെന്ന് നോക്കാം. എന്താണ് ഇനേറ്റ് ഇമ്മ്യൂണിറ്റി? നമുക്ക് ജന്മനാ കിട്ടുന്ന ഒരു പ്രതിരോധ ശക്തിയാണ് ഇനേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഇറ്റ്സ് എ നാച്ചുറൽ ഫിനോമിനൻ ഓഫ് റെസിസ്റ്റൻസ് ടു ഇൻഫെക്ഷൻ വിച്ച് ആൻ ഇൻഡിവിജ്വൽ പോസസസ് റൈറ്റ് ഫ്രം ദ ബർത്ത്. ജന്മം കൊള്ളുന്ന ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു റെസിസ്റ്റൻസ്, ഒരു നാച്ചുറൽ ആയിട്ട് കിട്ടുന്നൊരു റെസിസ്റ്റൻസ് ഫ്രം ദ ടൈം ഓഫ് ബർത്ത്, അതിനെയാണ് ഇനേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ദ ഇനേറ്റ് ഡിഫെൻസ് മെക്കാനിസംസ് ആർ നോൺ സ്പെസിഫിക്. നമ്മൾ നേരത്തെ പറഞ്ഞു, നോൺ സ്പെസിഫിക് ആണ്. ഇൻ ദ സെൻസ് ദാറ്റ് ദേ ആർ എഫക്റ്റീവ് അഗെയിൻസ്റ്റ് എ വൈഡ് റേഞ്ച് ഓഫ് പൊട്ടൻഷ്യലി ഇൻഫെക്ഷ്യസ് ഏജൻറ്റ്സ്. അപ്പോൾ എന്താ? ഒരു വൈഡ് റേഞ്ച് ഓഫ് പൊട്ടൻഷ്യലി ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഏജൻറ്റുകൾ, പല മൈക്രോ ഓർഗാനിസംസ്, ടോക്സിൻസ്, അങ്ങനെ പല എന്തെങ്കിലുമൊക്കെ ഫോറിൻ ആയിട്ടുള്ള നമുക്ക് ദോഷകരമായിട്ടുള്ള കാര്യങ്ങളുണ്ടാവുമല്ലോ, അതിനൊക്കെ എതിരായിട്ട് നോൺ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഡിഫെൻസ് മെക്കാനിസമാണ് നമ്മുടെ ഇനേറ്റ് ഇമ്മ്യൂൺ സിസ്റ്റം കാണിക്കുന്നത്. ഇറ്റ് ഈസ് അതർവൈസ് നോൺ ആസ് നോൺ സ്പെസിഫിക് ഇമ്മ്യൂണിറ്റി ഓർ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി. എന്തുകൊണ്ടാണ് നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്? നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമുക്ക് നാച്ചുറലായിട്ട് കിട്ടുന്ന ഒരു പ്രതിരോധ ശക്തിയാണ് ഇത്. അപ്പോൾ ഇനേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കേണ്ടത് നമുക്ക് ജന്മസിദ്ധമായി കിട്ടുന്നതാണ്, നാച്ചുറലി കിട്ടുന്നതാണ്. അതിന് എന്താണ്? നോൺ സ്പെസിഫിക് ആണ്. എങ്ങനെ? ഒരു പർട്ടിക്കുലർ സാധനത്തിനെതിരായിട്ടല്ല, കുറേ പൊട്ടൻഷ്യലി ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഏജൻസിനെതിരായിട്ട് ഇവ പ്രവർത്തിക്കും. അതാണ് നമ്മുടെ ഇനേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അതിന് നോൺ സ്പെസിഫിക് ഇമ്മ്യൂണിറ്റി എന്നും പറയാം, നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്നും പറയാം. ഓക്കെ, ഇനേറ്റ് ഇമ്മ്യൂണിറ്റീനെ നമ്മൾ ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫെൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ജന്മനാ കിട്ടുന്നതാണല്ലോ. അതുപോലെ ഇനേറ്റ് ഇമ്മ്യൂണിറ്റിയിൽ ഇൻവോൾവ് ആയിട്ടുള്ള കുറച്ച് സെല്ലുകളെ നമുക്ക് ഓർത്ത് വെക്കണം. ഇപ്പോൾ നമ്മുടെ ഇസ്നോഫിൽസ്, ന്യൂട്രോഫിൽസ്, നാച്ചുറൽ കില്ലർ സെൽസ്, ഡെൻഡ്രൈറ്റിക് സെൽസ്, മാക്രോഫേജസ്, മാസ്റ്റ് സെൽസ്, ഇതൊക്കെ ഇനേറ്റ് ഇമ്മ്യൂണിറ്റിയുടെ കീഴിൽ വരുന്ന സെല്ലുകളാണ്. ഇവരെല്ലാവരും വൈഡ് റേഞ്ച് ഓഫ് ഫോറിൻ ബോഡീസിനെതിരായിട്ടുള്ള നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടി സഹായിക്കുന്നവയാണ്.
അപ്പോൾ ഈ സെല്ലുകൾ നമ്മൾ ഓർക്കണം, ഏതൊക്കെ സെല്ലുകളാണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയുടെ കീഴിൽ വരുന്നതെന്ന് ഓർക്കണം. അതുപോലെ തന്നെ അക്വയർഡ് ഇമ്മ്യൂണിറ്റിയുടെ കാര്യത്തിൽ വരുന്നത് ടി സെൽസും ബി സെൽസും ആണ്. അത് നമ്മൾ പിന്നീട് പഠിക്കും. പിന്നെ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയുടെ കീഴിൽ എന്തൊക്കെ വരും? നമ്മുടെ സ്കിന്ന്, അതായത് ഫിസിക്കൽ ബാരിയേഴ്സ്, അനാട്ടമിക്കൽ ബാരിയേഴ്സ്, കെമിക്കൽ ബാരിയേഴ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ആക്ട് ചെയ്യും. അതായത് ഇപ്പം നമ്മുടെ ഹെയേഴ്സൊക്കെ ഉണ്ടാവുമല്ലോ നമ്മുടെ പ്രൈവറ്റ് പാർട്സിൽ, അതുപോലെ നമ്മുടെ സ്കിന്നിലൊക്കെയുള്ള ഹെയേഴ്സ്, ആ പോറുകളിലൂടെയൊക്കെ നമ്മുടെ സ്കിന്നിലെ പോറുകളിലൂടെ എന്താ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത് മൈക്രോ ഓർഗാനിസംസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ടോക്സിക് സബ്സ്റ്റൻസസ് ഒക്കെ ഉള്ളിൽ കയറുന്നതിനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെ ഹെയേഴ്സ് ഉണ്ടാകും. അതുപോലെ നമ്മുടെ സ്കിന്നൊരു നല്ല ബാരിയറായിട്ട് ആക്ട് ചെയ്യും. പിന്നെന്താ, മ്യൂക്കോസൽ മെംബ്രെയിൻസ്, അതായത് ഇപ്പോൾ നമ്മുടെ നോസ്ട്രൽസിലൊക്കെ മ്യൂക്കസ് ഉണ്ടാവും. അതുപോലെ നമ്മുടെ ഇന്നർ പാർട്ടിലുമൊക്കെ എന്താണ് ഒരു മ്യൂക്കസ് ലെയർ ഉണ്ടാവും, ഒരു സ്ലൈമി ലെയർ ഉണ്ടാവും. അത് പല ഫോറിൻ ഡർട്ടിനെയും അതുപോലെ മൈക്രോ ഓർഗാനിസംസിനെയും ഒക്കെ ഉള്ളിൽ കയറുന്നതിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒരു മ്യൂക്കോസൽ മെംബ്രെയിൻസ് ഉള്ളത്. അതുപോലെ നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ വയറ്റിൽ, നമ്മുടെ സ്റ്റൊമക്കിൽ ലോ pH ആണല്ലേ. അപ്പോൾ ആ ലോ pHഉം പല ഹാംഫുൾ മൈക്രോ ഓർഗാനിസംസിൻ്റെ ഗ്രോത്തിനെ പ്രിവെൻറ്റ് ചെയ്യും. അതുപോലെ നമ്മുടെ പ്രൊട്ടക്ഷൻ എന്നതാണ് അവിടെയും വരുന്നത്. അതുപോലെ നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ കണ്ണുനീരിൽ അതുപോലെ സലൈവയിലൊക്കെ ലൈസോസൈംസ് ഉണ്ട്. ഇതും പല മൈക്രോ ഓർഗാനിസംസിൽ നിന്നും അതുപോലെ ഡർട്ടിൽ നിന്നുമൊക്കെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പല രീതിയിലുള്ള ഫോറിൻ ബോഡീസിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർക്കുക, ഇനേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ അതിൻ്റെ കീഴിൽ അത് നമുക്കറിയാം ബൈ ബർത്ത് കിട്ടുന്നതാണ്. നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നു, ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫെൻസ് ആണ്. പിന്നെന്താ, നോൺ സ്പെസിഫിക് ആണ്. അതുപോലെ അതിനുള്ളിൽ വരുന്ന സെല്ലുകൾ ഓർക്കണം, ഇസ്നോഫിൽസ്, ന്യൂട്രോഫിൽസ്, നാച്ചുറൽ കില്ലർ സെൽസ്, ഡെൻഡ്രൈറ്റിക് സെൽസ്, മാക്രോഫേജസ്, മാസ്റ്റ് സെൽസ്, ഇതൊക്കെ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയുടെ കീഴിൽ വരുന്നതാണ്. പിന്നെ നമ്മുടെ സ്കിന്ന്, ഹെയർ, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ മ്യൂക്കോസൽ മെംബ്രെയിൻസ്, വയറ്റിലുള്ള ലോ pH, അതുപോലെ ലൈസോസൈംസ് എവിടെയാണ്, നമ്മുടെ സലൈവയിൽ, സ്വെറ്റ്, ടിയേഴ്സ്, ഇതൊക്കെ നമ്മുടെ മനസ്സിൽ വരണം. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ ക്ലിയർ പിക്ചർ എല്ലാ കാര്യങ്ങളും ഓർമ്മ വരണം. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കാൻ പോവുകയാണ് ടൈപ്പ് ഓഫ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയും അതിൻ്റെ മെക്കാനിസവും. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞ ഒരു കാര്യമാണ്, പല രീതിക്കുള്ള ബാരിയേഴ്സ് ഉണ്ട് നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. അതിൽ ആദ്യത്തെ ആളാണ് അനാട്ടമിക്കൽ ബാരിയേഴ്സ്. അനാട്ടമിക്കൽ ബാരിയേഴ്സിൽ വരുന്നതാണ് നമ്മുടെ സ്കിന്നും മ്യൂക്കസ് മെംബ്രെയിൻസും ഒക്കെ. അപ്പോൾ നമ്മുടെ സ്കിൻ എന്താ ചെയ്യുന്നത്? ഇറ്റ് പ്രിവെൻറ്റ്സ് ദ എൻട്രി ഓഫ് മൈക്രോബ്സ്. അതുപോലെ നമുക്കറിയാം, നമ്മുടെ സ്കിന്നിൻ്റേതൊരു അസിഡിക് pH ആണ്, ഒരു 3 to 5 pH ഒക്കെ ആയിരിക്കും. ആൻഡ് ദിസ് റിട്ടാർഡ്സ് ദ ഗ്രോത്ത് ഓഫ് മൈക്രോ ഓർഗാനിസംസ്. ഇപ്പോൾ നമ്മൾ പൊടിയിലും അഴുക്കിലും അതുപോലെ പൊല്യൂഷനുള്ള സ്ഥലങ്ങളിലൊക്കെ കൂടെ പോകുന്നതാണ്. അപ്പം നമ്മുടെ ബോഡിയിൽ പല രീതിക്ക് ലക്ഷക്കണക്കിന് മൈക്രോ ഓർഗാനിസംസ് നമ്മുടെ ബോഡിയിലുണ്ട്, നമ്മുടെ സ്കിന്നിൻ്റെ സർഫസിലൊക്കെ കാണപ്പെടും. ഇവരുടെ ഗ്രോത്തിനെയൊക്കെ കുറേ റിട്ടാർഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു ലോ pH സഹായിക്കും. അപ്പോൾ ഒരു അസിഡിക് pH ആണ് നമ്മുടെ സ്കിന്നിനുള്ളതെന്ന് ഓർക്കണം, ഒരു 3 to 5 ഒക്കെ. മെയിൻലി മൈക്രോ ഓർഗാനിസംസിൻ്റെ എൻട്രിയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്കിൻ ആക്ട് ചെയ്യുന്നത് ഇന്നേറ്റ് ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ. പിന്നെ രണ്ടാമത്തെ ആളാണ് നമ്മുടെ മ്യൂക്കസ് മെംബ്രെയിൻ. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, മ്യൂക്കസ് എൻട്രാപ്സ് ഫോറിൻ മൈക്രോ ഓർഗാനിസംസ് ആൻഡ് കോമ്പീറ്റ് വിത്ത് മൈക്രോബ്സ് ഫോർ അറ്റാച്ച്മെൻറ്റ്. അപ്പോൾ എന്താണ്, ഈ മൈക്രോ ഓർഗാനിസംസ് ഒക്കെ ഇപ്പോൾ നമ്മുടെ നോസ്ട്രൽസ് വഴിയോ ഒക്കെ ഉള്ളിലേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോൾ ഈ ഒരു മ്യൂക്കോസൽ, ആ ഒരു സ്ലൈമി മെംബ്രെയിൻ ഉള്ളതുകൊണ്ട് തന്നെ അത് നമ്മുടെ ഉള്ളിലേക്ക് കടക്കുന്നതിനെയും അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ അറ്റാച്ച് ആവുന്നതിനെയും ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു മ്യൂക്കസ് മെംബ്രെയിൻ സഹായിക്കും. ഇനി രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയാണ് ഫിസിയോളജിക്കൽ ബാരിയേഴ്സ്. അതായത് ഇപ്പോൾ ഫിസിയോളജിക്കൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ടെമ്പറേച്ചർ, pH അല്ലെങ്കിൽ കെമിക്കൽ മീഡിയേറ്റേഴ്സ് ഒക്കെ ഇതിനകത്താണ് വരുന്നത്. ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു നോർമൽ ബോഡി ടെമ്പറേച്ചർ ഉണ്ടല്ലോ, അത് മെയിൻലി പാത്തജൻസിൻ്റെ ഗ്രോത്തിനെയൊക്കെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഒരു 36-37 ഡിഗ്രി സെൽഷ്യസ് നമ്മുടെ നോർമൽ, അത് എന്താണ് പാത്തജൻസിൻ്റെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നൊരു ടെമ്പറേച്ചറാണ്. ആൻഡ് ഇപ്പോൾ ഫീവറൊക്കെ വരുന്ന സമയത്ത് നമുക്കറിയാം, നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ഒരു ഫോറിൻ ഇൻഫെക്ഷനോ ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് പനിയുണ്ടാവും അല്ലേ. അപ്പോൾ എന്താണ്, ഈ ഫീവർ വരുന്ന സമയത്ത് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കൂടുന്ന കാണാം അല്ലേ. അപ്പോൾ അതൊക്കെ ഈ ഫിസിയോളജിക്കൽ ബാരിയറിൻ്റെ ആണ്. അപ്പോൾ നമ്മുടെ ആ ഒരു ഫോറിൻ ബോഡിയുടെ എൻട്രിയെ പ്രിവെൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ വേണ്ടിയിട്ടാണ് ശരിക്കും ഈ പനിയൊക്കെ വരുമ്പോഴത്തേക്കും ടെമ്പറേച്ചർ കൂടുന്നത്. രണ്ടാമത് നമ്മുടെ ലോ pH. നമുക്കറിയാം, നമ്മുടെ സ്റ്റൊമക്കിലൊക്കെ എന്താണ് ഗ്യാസ്ട്രിക് സെക്രീഷൻസ് ഉണ്ട്. ഇപ്പം ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ സെക്രീഷൻസ് ഉണ്ട്. അപ്പോൾ ഒരു അസിഡിക്
pH, ഒരു ലോ pH ആണ് നമ്മുടെ വയറ്റിനുള്ളിലുള്ളത്. അത് ഇപ്പോൾ മോസ്റ്റ് ഓഫ് ദ ഇൻജസ്റ്റഡ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസിനെയും, അതായത് എന്തെങ്കിലുമൊക്കെ പാതജനിക് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് ഒക്കെ നമ്മുടെ ബോഡിയിൽ ഉള്ളിൽ വയറിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവിടെ സർവൈവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ ഇൻവേഡ് ചെയ്ത് നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കൊരു ലോ pH നമ്മുടെ ഉള്ളിൽ ഉള്ളത്. അതൊരു എന്താണ്, ഒരു ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തിൻ്റെ ഒരു പാർട്ടാണ്. അതായത് എന്താണ്, ഗ്യാസ്ട്രിക് സെക്രീഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു ആസിഡിക് pH ഈ ഗ്യാസ്ട്രിക് സെക്രീഷൻസ് വഴി, അതായത് ഇപ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് അതുപോലെ മറ്റ് ആ ഒരു ലോ pH ആകുമ്പോൾ അതിനവിടെ സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. എന്നാലും നമുക്ക് ഉപകാരപ്പെടുന്ന ചില മൈക്രോ ഓർഗാനിസംസ് നമ്മുടെ ഉള്ളിലുണ്ട്, പ്രോബയോട്ടിക്സ് ഒക്കെ പോലെ. അപ്പോൾ അവ നമുക്ക് ഗുണകരമാണ്. എന്നാൽ ദോഷകരമായ പല മൈക്രോ ഓർഗാനിസംസും ഈ ഒരു ലോ pH ഉള്ളത് കൊണ്ട് സർവൈവ് ചെയ്യത്തില്ല. ഓക്കെ, അടുത്തതാണ് കെമിക്കൽ മീഡിയേറ്റേഴ്സ്. കെമിക്കൽ മീഡിയേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ കണ്ണുനീരിൽ അതുപോലെ സലൈവയിൽ ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് ലൈസോസൈം. ഈ ലൈസോസൈം ഒരു ആൻറ്റി ബാക്ടീരിയൽ ഏജൻ്റായിട്ട് ആക്ട് ചെയ്യും. ആൻഡ് ദിസ് ക്ലീവ്സ് ദ ബാക്ടീരിയൽ സെൽ വാൾ. അപ്പോൾ ഓർക്കുക, ലൈസോസൈമിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് അതൊരു ആൻറ്റി ബാക്ടീരിയൽ ഏജൻ്റാണ്. ഇത് ബാക്ടീരിയൽ സെൽ വാളിനെ ക്ലീവ് ചെയ്യും, അതായത് ബാക്ടീരിയൽ സെൽ വാളിനെ നശിപ്പിച്ച് കളയും. പിന്നെന്താണ്, രണ്ടാമത്തെ ഒരാളാണ് ഇൻ്റർഫെറോൺസ്. അപ്പോൾ ഓർക്ക് ഇൻ്റർഫെറോൺസ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്നേറ്റ് ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ വരുന്നുണ്ട്. ഈ ഇൻ്റർഫെറോൺസ് ഇൻഡ്യൂസ് ആൻറ്റി വൈറൽ സ്റ്റേറ്റ് ഇൻ ദ അൺഇൻഫെക്റ്റഡ് സെൽസ്. അപ്പോൾ അൺഇൻഫെക്റ്റഡ് സെൽസിൽ ഒരു ആൻറ്റി വൈറൽ സ്റ്റേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ നമ്മുടെ ആർക്ക് സാധിക്കും, ഇൻ്റർഫെറോൺസിന് സാധിക്കും. പിന്നെ ഉള്ളതാണ് കോംപ്ലിമെൻ്ററി സബ്സ്റ്റൻസസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ല്യൂക്കോസൈഡ്സ്. ല്യൂക്കോസൈറ്റിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന കോംപ്ലിമെൻ്ററി സബ്സ്റ്റൻസസ് എന്ത് ചെയ്യും, ദ ലൈസ് ദ പാത്തോജനിക് മൈക്രോബ്സ് ഓർ ഫെസിലിറ്റേറ്റ് ഫാഗോസൈറ്റോസിസ്. അപ്പോൾ ഈ കോംപ്ലിമെൻ്ററി സബ്സ്റ്റൻസസ് ഫാഗോസൈറ്റോസിസിന് സഹായിക്കും, അല്ലെന്നുണ്ടെങ്കിൽ പാത്തോജനിക് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസിനെ നശിപ്പിക്കാൻ വേണ്ടി സഹായിക്കും. അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ പഠിച്ചു. ഒന്ന് അനാറ്റമിക്കൽ ബാരിയേഴ്സ്, അതായത് സ്കിന്നും മ്യൂക്കസ് മെംബ്രെയിനും. പിന്നെ പഠിച്ചത് എന്താണ്, ഫിസിയോളജിക്കൽ ബാരിയേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ടെമ്പറേച്ചർ, ലോവർ pH, അതുപോലെ കെമിക്കൽ മീഡിയേറ്റേഴ്സ് ആയിട്ടുള്ള ആരൊക്കെയാണ്, നമ്മുടെ ലൈസോസൈം എവിടെയൊക്കെയാണ് ഉള്ളത്, ടിയറിലും സലൈവയിലും. പിന്നെ ഇൻ്റർഫെറോൺസ്, അതുപോലെ കോംപ്ലിമെൻ്ററി സബ്സ്റ്റൻസസ്, ഇവരെന്ത് ചെയ്യും, ഫാഗോസൈറ്റോസിന് സഹായിക്കും. മൂന്നാമത്തെ ആൾക്കാരാണ് ഫാഗോസൈറ്റിക് ബാരിയേഴ്സ്. ഇവർ സ്പെഷ്യലൈസ്ഡ് സെൽസാണ്, അതായത് നമ്മുടെ മോണോസൈറ്റുകൾ, ന്യൂട്രോഫിൽസ്, അതുപോലെ ടിഷ്യൂ മാക്രോഫേജസ്, ഇതൊക്കെയാണ് ഈ ഫാഗോസൈറ്റിക് ബാരിയേഴ്സായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇവരെന്ത് സഹായിക്കും, ഫാഗോസൈറ്റോസിന് സഹായിക്കും ആൻഡ് ഡൈജസ്റ്റ് ഹോൾ മൈക്രോ ഓർഗാനിസംസ്. അപ്പോൾ നമുക്ക് ഫാഗോസൈറ്റോസിസ് അറിയാമല്ലേ, എന്താണ്, ആ ഒരു സെല്ല് പോയി എൻഗൾഫ് ചെയ്ത് ആ ഒരു മൈക്രോ ഓർഗാനിസംസിനെ നശിപ്പിക്കും. അതായത് ഒരു മൈക്രോ ഓർഗാനിസം ഇരിക്കാന്ന് വെക്കുക, അപ്പോൾ അതിനെ പോയി എൻഗൾഫ് ചെയ്ത് നശിപ്പിക്കുക. ഇതാണ് ഫാഗോസൈറ്റോസിസിൽ വരുന്നത്. ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ് നമ്മുടെ മാക്രോഫേജ്, ടിഷ്യൂ മാക്രോഫേജസ്, അതുപോലെ മോണോസൈറ്റുകൾ, ന്യൂട്രോഫിലുകൾ, ഇതൊക്കെ സ്പെഷ്യലൈസ്ഡ് സെൽസാണ്. അപ്പോൾ ഇതും ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ 3 ആൾക്കാരെ പഠിച്ചു. ഇനി നാലാമത്തതാണ് ഇൻഫ്ലമേറ്ററി ബാരിയേഴ്സ്. അപ്പോൾ എന്താണ് ഇൻഫ്ലമേറ്ററി ബാരിയേഴ്സ് എന്ന് നോക്കാം. ടിഷ്യൂ ഡാമേജ് ആൻഡ് ഇൻഫെക്ഷൻ ഇൻഡ്യൂസ് ലീക്കേജ് ഓഫ് വാസ്കുലർ ഫ്ലൂയിഡ് കണ്ടെയ്നിങ് കീമോടാക്റ്റിക് സിഗ്നൽസ് ലൈക്ക് സെറാട്ടോണിൻ, ഹിസ്റ്റമിൻ ആൻഡ് പ്രോസ്റ്റാഗ്ലാൻഡിൻസ്. അപ്പോൾ എന്താണ്, ടിഷ്യൂ ഡാമേജ് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കും, ചില വാസ്കുലർ ഫ്ലൂയിഡ്സിന് ലീക്കേജ് സംഭവിക്കും. അപ്പോൾ അതിനകത്ത് എന്താണ്, കീമോടാക്റ്റിക് ആയിട്ടുള്ള സിഗ്നൽസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മുടെ സെറാട്ടോണിൻ, ഹിസ്റ്റമിൻ, പ്രോസ്റ്റാഗ്ലാൻഡിൻസ് പോലുള്ള കെമിക്കൽ സിഗ്നൽസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കുറച്ച് സബ്സ്റ്റൻസസ് ഉണ്ടാവും. അപ്പോൾ ഈ സബ്സ്റ്റൻസസ് എന്ത് ചെയ്യും, ദേ ഇൻഡോസൈറ്റിക് സെൽസ് ഇൻ ടു ദ അഫക്റ്റഡ് ഏരിയ. ദിസ് ഫിനോമിനൻ ഈസ് നോൺ ആസ് ഡയാപെഡസിസ്. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെച്ചേക്കണം. നമ്മുടെ ഇൻഫ്ലമേറ്ററി ബാരിയേഴ്സ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു ഇൻഫ്ലമേഷനോ ഇൻഫെക്ഷനോ ടിഷ്യൂ ഡാമേജോ ഒരു സ്ഥലത്തുണ്ടായെന്ന് വെക്കുക. അപ്പോൾ അവിടെ നിന്ന് ഇപ്പം എന്തെങ്കിലും ഒരു വാസ്കുലർ ഫ്ലൂയിഡിൻ്റെ ലീക്കേജ് സംഭവിക്കും. അപ്പോൾ ആ ഒരു വാസ്കുലർ ഫ്ലൂയിഡിനുള്ളിൽ എന്തെങ്കിലും ഒരു കെമിക്കൽ സബ്സ്റ്റൻസസ് കാണും. ആ സംഭവങ്ങൾ എന്താണ്, ഇപ്പം സെറാട്ടോണിൻ ആകാം, ഹിസ്റ്റമിൻ അല്ലെങ്കിൽ പ്രോസ്റ്റാഗ്ലാൻഡിൻസ് പോലുള്ള. അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അലർജിയോ അല്ലെന്നുണ്ടെങ്കിൽ ചൊറിച്ചിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കെമിക്കൽ റിയാക്ഷൻ അവിടെ സംഭവിക്കും. ഈ സംഭവങ്ങൾ എന്ത് ചെയ്യും, നേരെ പോയി നമ്മുടെ ഫാഗോസൈറ്റിക് സ്വിച്ചുകൊണ്ട് വരും. ഇങ്ങ് വാ, ഇവിടെ ഒരു അഫക്റ്റഡ് ഏരിയ ഉണ്ട്, അപ്പോൾ ഇവിടെ നിങ്ങളുടെ സഹായം വേണം, ഇവിടെ ഫാഗോസൈറ്റോസിസ് നടക്കണം, എന്നാലേ ഈ മൈക്രോ ഓർഗാനിസംസിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു ഇൻഫെക്ഷനിൽ നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടുള്ളൂ എന്ന് പറഞ്ഞ് അവരെ പോയി വിളിച്ചുകൊണ്ട് വരും. ഈ ഫാഗോസൈറ്റിക് സെൽസിനെ പോയി വിളിച്ചുകൊണ്ട് വരും. ഇതാണ് ഇവരുടെ ജോലി.
അപ്പോൾ ആൾക്കാരെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക, സെറാട്ടോണിൻ, ഹിസ്റ്റമിൻ, അതുപോലെ പ്രോസ്റ്റാഗ്ലാൻഡിൻസ്. ഈ ഒരു ഫിനോമിനെ പറയുന്ന പേരും കൂടെ ഓർക്കണം, ഡയാപെഡസിസ്. ഓക്കെ, അപ്പോൾ നമ്മൾ 4 ആൾക്കാരെ പഠിച്ചു. എന്തൊക്കെയായിരുന്നു? അനാട്ടമിക്കൽ ബാരിയേഴ്സ്, അതിൽ സ്കിന്നും മ്യൂക്കോസൽ മെംബ്രെയിനും വരും. അതുപോലെ ഫിസിയോളജിക്കൽ ബാരിയേഴ്സിലെ ടെമ്പറേച്ചർ, ലോ pH, അതുപോലെ കെമിക്കൽ മീഡിയേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ആരൊക്കെയായിരുന്നു? ലൈസോസൈംസ്, ഇൻറ്റർഫെറോൺസ്, അതുപോലെ കോംപ്ലിമെൻ്ററി സബ്സ്റ്റൻസസ് വിച്ച് ഹെൽപ്സ് ഇൻ ഫാഗോസൈറ്റോസിസ്. അടുത്തത് ഫാഗോസൈറ്റിക് ബാരിയേഴ്സ് ആണ്. അതിനകത്ത് വരുന്നതാണ് മോണോസൈറ്റ്സ്, ന്യൂട്രോഫിൽസ്, അതുപോലെ ടിഷ്യൂ മാക്രോഫേജസ്. ഇവരൊക്കെ ഫാഗോസൈറ്റോസിന് സഹായിക്കും. പിന്നെയുള്ളത് ഇൻഫ്ലമേറ്ററി ബാരിയേഴ്സാണ്. അതിനകത്താണ് കുറേ കെമിക്കൽ ആൾക്കാരൊക്കെ പ്രൊഡ്യൂസ് ആവുന്നത്. ആരൊക്കെയാണ്? സെറാട്ടോണിൻ, ഹിസ്റ്റമിൻ, പ്രോസ്റ്റാഗ്ലാൻഡിൻസ്. ഇവരൊക്കെ പോയി നമ്മുടെ ഫാഗോസൈറ്റിക് സെൽസിനെ വിളിച്ചുകൊണ്ട് വരും. അതാണ് ഇവരുടെ പരിപാടി. ഇവിടെ ഒരു അഫക്റ്റഡ് ഏരിയ ഉണ്ട്, നിങ്ങൾ വന്ന് പ്രൊട്ടക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ വന്ന് ഫാഗോസൈറ്റോസിസ് ചെയ്ത് ആ മൈക്രോ ഓർഗാനിസംസിൽ നിന്ന് ഞങ്ങളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് പോയി വിളിച്ചുകൊണ്ട് വരും. ഇതാണ് ഇവരുടെ ജോലി. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഓർക്കുക. അപ്പോൾ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നോൺ സ്പെസിഫിക് അല്ലെങ്കിൽ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ ഈ ആൾക്കാരെ എല്ലാവരും ഓർക്കണം. അതായത് അനാട്ടമിക്കൽ ബാരിയേഴ്സിനെ, ഫിസിയോളജിക്കൽ ബാരിയേഴ്സിനെ, അതുപോലെ ഫാഗോസൈറ്റിക് ബാരിയേഴ്സിനെ ഒക്കെ ഓർക്കണം. ഇൻഫ്ലമേറ്ററി ബാരിയേഴ്സിനെ, പിന്നെ അതിനകത്തൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള സെല്ലുകളെ, ഇതിനെല്ലാത്തിനും ഓർക്കണം. അപ്പോൾ ഇന്നേറ്റ് ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ മൈൻഡിൽ കൂടെ ഓടണം, എന്നാലേ ഇന്നേറ്റ് ഇമ്മ്യൂൺ സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇനി നമുക്ക് ഒരു ഹ്യൂമൻ ബോഡി വെച്ചിട്ട് ഏതൊക്കെ ഇന്നേറ്റ് ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഭാഗങ്ങൾ എങ്ങനെയൊക്കെ ആക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് പ്രൊട്ടക്ഷൻ തരുന്നത് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ഫിഗർ മനസ്സിലേക്ക് വന്നാൽ തന്നെ ആ ഇന്നേറ്റ് ഇമ്മ്യൂൺ സിസ്റ്റം ഫുള്ളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ആദ്യം നമ്മുടെ കണ്ണുനീര്, അതിൽ നിന്ന് എന്താണ്? ലൈസോസൈംസ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഇത് ഒരു പ്രൊട്ടക്ഷൻ്റെ ഭാഗമാണ്. ഇവരെന്ത് ചെയ്യും? നമ്മുടെ ബാക്ടീരിയൽ സെൽ വാളിനെയൊക്കെ ലൈസ് ചെയ്യുന്നു പറയുന്നു. ലൈസോസൈംസ് ടിയേഴ്സിൽ നിന്ന് വരുന്നു. പിന്നെ നമ്മുടെ നോസ്ട്രിൽസിൽ എന്തുണ്ട്? റിമൂവൽ ഓഫ് എയർബോൺ പാർട്ടിക്കിൾസിന് വേണ്ടിയിട്ട് എന്തുണ്ട്? ഹെയേഴ്സ് ഉണ്ട് അല്ലേ? പിന്നെ നമ്മുടെ ബ്രോങ്കിയിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും അവിടെ സീലിയയുണ്ട്. സീലിയയും ഇതുപോലെ ഫോറിൻ ബോഡീസിനെയൊക്കെ അല്ലെങ്കിൽ ഡർട്ടിനെയും മൈക്രോ ഓർഗാനിസംസിനെയൊക്കെ എന്ത് ചെയ്യും? റിമൂവ് ചെയ്ത് കളയുന്ന, അകത്തേക്ക് കടത്തിവിടാത്ത ആൾക്കാരാണ് നമ്മുടെ സീലിയ. ഇങ്ങനെ ഹെയർ ലൈക്ക് അവർ ഇങ്ങനെ കടത്തിവിടാതെ ഇരിക്കും. അതുപോലെയാണ് നമ്മുടെ മ്യൂക്കസ് മെംബ്രെയിൻ. ആ മ്യൂക്കസ് മെംബ്രെയിനും സ്ലൈമി ആയിട്ടുള്ള ആ ഒരു ഇത് ആ ഒരു മൈക്രോ ഓർഗാനിസംസിൻ്റെയും ഡർട്ടിൻ്റെയൊക്കെ അറ്റാച്ച്മെൻറ്റിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മുടെ ഗട്ടിലേക്ക് ചെല്ലുമ്പം അവിടെയും ഒരു ലോ pH ആണ്. അസിഡിക് സെക്രീഷൻസ് ഒക്കെ വഴി ലോ pH ആണ്. പിന്നെ നമ്മുടെ സ്കിന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, സ്കിന്നാണ് ഏറ്റവും വലിയ ഫിസിക്കൽ ബാരിയർ. അതായത് നമ്മളെല്ലാ പൊല്യൂഷനിലൊക്കെ കൂടെ പോകുന്നത്. അപ്പം നമുക്ക് എന്തായാലും നമ്മുടെ ബോഡിയിൽ ലക്ഷക്കണക്കിന് മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. ഇതിൽ പലതും പാത്തജനിക് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള മൈക്രോ ഓർഗാനിസംസിൻ്റെ ഗ്രോത്തിനെ റിട്ടാർഡ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നൊരു ലോ pH ആണ് നമ്മുടെ സ്കിന്നിനുള്ളത്. അതുപോലെ ആ ഒരു എപ്പിത്തീലിയൽ ലെയർ, അതിൻ്റെ പ്രൊട്ടക്ഷൻ കാരണം നമുക്ക് പല ഫോറിൻ ഓർഗാനിസംസിൽ നിന്നും ടോക്സിൻസിൽ നിന്നൊക്കെ പ്രൊട്ടക്ഷൻ കിട്ടും. പിന്നെയുള്ളത് നമ്മൾ ഗട്ട് വരെ എത്തിയായിരുന്നല്ലേ. അപ്പോൾ ഗട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കറിയാം നമ്മുടെ ഉള്ളിലൊക്കെയുള്ള ആ ഒരു റാപ്പിഡ് pH ചേഞ്ചും ആ ഗ്യാസ്ട്രിക് സെക്രീഷൻസ്, HCl-ൻ്റെയൊക്കെ സെക്രീഷൻസും ഒക്കെ നമ്മുടെ ഉള്ളിൽ ഉള്ള ആന്തരിക അവയവങ്ങളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. അതായത് പാത്തജനിക് ഓർഗാനിസംസിൻ്റെ ഗ്രോത്തിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്ന് വെച്ചാൽ ഒരു മൈക്രോ ഓർഗാനിസം നമ്മുടെ ഉള്ളിലില്ലെന്നല്ല അതിൻ്റെ അർത്ഥം. കാരണം പ്രോബയോട്ടിക്സ് നമുക്ക് സഹായകരമായിട്ടുള്ള മൈക്രോ ഓർഗാനിസംസിൻ്റെ ഗ്രോത്തിനെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ വയറ്റിനുള്ളിൽ അവരും വളരുന്നുണ്ട് കേട്ടോ. പാത്തജനിക് ആയിട്ടുള്ള പല മൈക്രോ ഓർഗാനിസംസിൻ്റെ ഗ്രോത്തിനെ പ്രിവെൻറ്റ് ചെയ്യാൻ ഈ ലോ pH സഹായിക്കുമെന്ന് മാത്രം ഓർക്കുക. ഓക്കെ, പിന്നെ എന്താണ്? ഫ്ലഷിങ് ഓഫ് യൂറിനറി ട്രാക്ട്. അപ്പോൾ യൂറിനറി ട്രാക്റ്റിലൊക്കെ നമ്മുടെ പ്രൊട്ടക്ഷൻ നടന്നുകൊണ്ടിരിക്കുക. അവിടുത്തെ pHൻ്റെ വ്യത്യാസം, അതുപോലെ ഒരു പർട്ടിക്കുലർ pH ആണ് നമുക്ക് അവിടെ ഉള്ളത്. അതും മൈക്രോ ഓർഗാനിസംസിൻ്റെ ഗ്രോത്തിനെ പ്രിവെൻറ്റ് ചെയ്യുന്നു. അതുപോലെ ഹെയേഴ്സ്, അതൊക്കെ നമ്മുടെ ഗ്രോത്തിനെ പ്രിവെൻറ്റ് ചെയ്യുന്നു. അതുപോലെ വജൈനയിലും ലോ pH ആണുള്ളത്, അതും നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ കാര്യം ഇന്നേറ്റ് ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ ഒരു പോയിൻ്റ് പോലും മിസ്സാക്കാതെ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ.